വില്ലേജ് കണ്ടിട്ട് മടങ്ങി വരുന്ന വഴിക്ക് കണ്ടതാണ് ഈ ഒരു മിലിറ്ററി ക്യാമ്പ്. ഇതുപോലെ 2-3 ഞങ്ങൾ കണ്ടിരുന്നു കേട്ടോ. പിന്നീട് കണ്ടതാണ് ഈ ഒരു അടിപൊളി സ്ഥലം. അതായത് ഒരു വലിയ മല കാർവ് ചെയ്തിട്ട് ഒരു റോഡാക്കിയിട്ട് 2 മലകളെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രിഡ്ജും, നല്ലൊരു അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ ഇത്. പിന്നീട് ഞങ്ങൾ പോയത് തുർത്തുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. തുർത്തുക്കിനെ പറ്റി പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു ഇത്. അതിൻ്റെ മെയിൻ റീസൺ ഇതിൻ്റെ ഈ ഒരു ഭംഗി തന്നെ. എന്ത് ഭംഗിയാണെന്ന് പറയുമോ കാണാൻ. അതായത് ഈ മലയും പച്ചപ്പും പുഴയൊക്കെ ആയിട്ട് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു ബ്രിഡ്ജാട്ടോ. അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ഇപ്പുറത്തോട്ട് നോക്കുമ്പോൾ മഞ്ഞൊക്കെ മൂടി നിൽക്കുന്ന ഈ മലയും ശരിക്കും കാണാൻ ഇതിനേക്കാൾ ഒത്തിരി ഭംഗിയുണ്ട് കേട്ടോ. ക്യാമറയിൽ അത്രയ്ക്കും ഭംഗി കിട്ടുന്നില്ല. ഇന്നത്തെ ട്രിപ്പിലെ പ്ലാൻ പ്രകാരം ഞങ്ങൾക്ക് 2 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടി ഇവിടുത്തെ കുറച്ച് ഉള്ളിലെ ഗ്രാമത്തിലേക്കൊക്കെ ഇങ്ങനെ നടന്ന് പോകുമായിരുന്നു കേട്ടോ. അന്ന് ശരിക്കും അന്ന് പോയില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമായി പോയേനെ. കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് അവിടെ കിട്ടിയത്. ഇങ്ങനെ കണ്ടില്ലേ, ഇത് കയറുന്തോറും ഭംഗി ഇങ്ങനെ കൂടി കൂടി വരികയായിരുന്നു. ഈ പച്ച കളർ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. അതായത് ഒരു എനർജറ്റിക് പച്ച എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഈ വഴിയിലൂടെ പോകുമ്പോഴൊക്കെ ഇവിടുത്തെ ലോക്കൽസായിട്ടുള്ള സംസാരിക്കാനും അവരോടൊക്കെ പരിചയപ്പെടാനൊക്കെ പറ്റിയിട്ടോ. കണ്ടില്ലേ, കുട്ടികളൊക്കെ ഇങ്ങനെ ബാക്കിലിരുത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത്. മാത്രമല്ല ഈ മുത്തശ്ശിക്ക് മല കയറുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. കാരണം അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് ഈ മല കയറി പോകാൻ. ഇവരുടെ വീടൊക്കെ ഈ മലയുടെ മുകളിലാണ് കേട്ടോ പറഞ്ഞത്. ഇങ്ങോട്ട് കയറി വന്നപ്പോഴോ ഒരു അടിപൊളി വ്യൂ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. എന്ത് രസമറിയോ കാണാൻ. ഇതിന് മുകളിലായിട്ടൊരു കൃഷിയൊക്കെ ഉണ്ട്. ഈ ഒരു പച്ചപ്പ് എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു കേട്ടോ.